പെണ്ണുമ്പിളോട് പറയണം കടം മേടിച്ച കാശ് കൂടെ തിരിച്ചു കൊണ്ടുതരാൻ. പലിശക്ക് അടിച്ച കാശാ പറഞ്ഞു കേട്ടല്ലോ. എന്നാ പിന്നെ ശരിക്കുള്ള നാരായണ നാരായണ. എനിക്ക് 2 പെമ്മക്കളാ. അവളുമാരെ എന്ന് കെട്ടിച്ചു വിട്ടോ അന്ന് തൊട്ട് അവിടെ ഭർത്താക്കന്മാര് ഈ വീട്ടിലാ പൊറുതി. അവന്മാരാണെങ്കിൽ ആണുങ്ങൾ ചെയ്യുന്ന ഒരു പണിയും ചെയ്യത്തില്ല. എന്റെ പെങ്കൊച്ചങ്ങൾ പണിക്ക് പോകുന്നുള്ളതുകൊണ്ട് ഞാനിവിടെ കഞ്ഞി കുടിച്ച് കിടക്കുന്നു. സതിയേ, അമ്മേ എന്നെ സതീന്ന് വിളിക്കാതെ സതീശൻ തിരിച്ചു വിളിക്ക്. സതീശേ, എന്താ നിന്റെ പ്ലാൻ? പ്ലാൻ എന്ന് പറഞ്ഞാൽ ചോറ് വെക്കണം, കറി വെക്കണം, പിന്നെ തുണി അലക്കണം. അപ്പൊ പണിക്ക് പോകണ്ടേ? പിന്നെ പോകണ്ടേ? രാവിലെ 8 മണിയാകുമ്പോ റെഡി ആയിട്ട് നിന്നോണം. ഞാനോ? എന്തിന്? പണിക്ക് പോകണ്ടേ? നീ അപ്പൊ പണിക്ക് പോകുന്നില്ലേ? അയ്യോടാ, ഞാൻ പണിക്ക് പോയി അപ്പൊ വീട്ടിലെ പണിയൊക്കെ പിന്നെ ആര് ചെയ്യോ അമ്മേ? എന്നാ ഈ വീട്ടിലെ പണിക്കാരാ എന്തോ എനിക്കൊരു ചായ കൊണ്ട് തരാവോ? അയ്യോ, ചായ തന്നില്ലല്ലേ? ഇല്ല, ഞാൻ ഇപ്പൊ കൊണ്ടുവരാം അമ്മേ. ഇങ്ങനെ തുള്ളി തുള്ളി പോവാണെ എനിക്ക് ആ ചായ വേണ്ട. ഇനി വരുമ്പോ ഒരു തുള്ളി പോലും എനിക്ക് കിട്ടത്തില്ല. അയ്യോ അടി കുണ്ടമ്പത്തി, ഞാൻ എന്തുവാടി ഈ കാണുന്നത്? പെണ്ണുങ്ങൾ ചെയ്യേണ്ട പണിയാ ഒരു മുതുക്കനിരുന്ന് ചെയ്യുന്ന കേട്ടോ. എടി നീ അവിടെ എന്തോ എടുക്കുവാ? അമ്മ ബാക്ടീരിയ തുടച്ചു നീക്കുവാ അമ്മേ. നീ അത് അവിടെ വെച്ചിട്ട് അവിടോട്ടങ്ങനെ കയറി പോകാൻ നോക്കും. അപ്പൊ പിന്നെ മീൻ വെട്ടണ്ടേ? അപ്പൂപ്പന്റെ മീനോ? അതല്ല, മീൻ വെട്ടി കഴിയേണ്ടത്. അമ്മ ചന്തയിൽ പോവാണെങ്കിലേ 2 ഗ്ലൗസ് കൂടെ മേടിക്കണേ. ഇനി ബ്ലൗസും സാരി കൊടുക്കാത്തതിന്റെ കുറവുകൂടെ ഉള്ളു. അതല്ല, മീൻ വെട്ടാൻ നേരത്തെ കയ്യിലിടാൻ 2 ബ്ലൗസ് മേടിക്കണേന്ന്. അമ്മേ, സാമ്പാർ ഉപ്പുണ്ടോ നോക്കി അമ്മേ? നോക്കാം. അയ്യേ, ഉപ്പില്ല. ഉപ്പില്ല, മുളകില്ല, ഒരു സാധനവും ഇല്ല, എല്ലാം മേടിക്കണം. അതൊക്കെ ഞാൻ മേടിച്ചോളാം കേട്ടോ. നീ എന്റെ മേടിക്കരുത്. ഒരു പെണ്ണ് ചെയ്യേണ്ട എല്ലാ ജോലി ഞാൻ ഈ വീട്ടിൽ ചെയ്യുന്നില്ലേ അമ്മ? ശരിക്കും പറഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് തുണി അലക്കണം, പാത്രം തേച്ച് മെടുക്കണം, ചോറ് വെക്കണം, കറി വെക്കണം. പാതിരാത്രി 12 മണിക്ക് ശേഷമാണ് ഞാൻ ഈ വീട്ടിലൊന്ന് കിടന്നിറങ്ങുന്നത്. ചില ദിവസം എനിക്ക് ചോറ് പോലും കിട്ടത്തില്ല, അറിയാമോ? ശരിക്കും പറഞ്ഞാൽ ഈ വീട്ടിൽ ഞാൻ ഇനി പ്രസവിക്കുക കൂടെ മാത്രം ചെയ്താൽ മതി. ഞാനിപ്പോ പെറുവല്ലോ. നീ ഇവിടെ ഒന്നും ചെയ്യണ്ട. ഇതൊക്കെ ഞാൻ ചെയ്തോളൂ. പെണ്ണുങ്ങൾ ചെയ്യേണ്ട ജോലി അങ്ങോട്ട് പറയിക്കണം. അമ്മേ, ആട്ടാൻ വല്ലോ ഉണ്ടോ? അതല്ല, രാവിലെ അരിയാട്ടാൻ വല്ലോ ഉണ്ടോന്ന്. മേലെങ്കിൽ ഒരു പണിയും ചെയ്യാൻ ഈ അമ്മ സമ്മതിക്കുകയല്ല. അണ്ണാ, കറണ്ട് വന്നോ? കറണ്ട് വന്നില്ല. അയ്യോ, എന്താടാ കറണ്ട് വന്നിട്ട് എന്താ എടുക്കാനാ? അവിടെ 3 സാരി തേക്കാനുണ്ട്. നാണമില്ലല്ലോടാ, പെണ്ണുമ്പിള്ളയുടെ സാരിയും പാവാടയും തേക്കാൻ നടക്കുന്നു. വൈകിട്ടൊരു സിനിമയ്ക്ക് പോയാലോ? വൈകിട്ടോ? ഞാനൊന്നുമില്ല. അവള് പണി കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്കിന് അവിടെ കാലെ കുഴമ്പിട്ട് തിരുമ്മി കൊടുക്കേണ്ടത് ഞാനാ. ഇതിനൊരു നാണമില്ലല്ലോ. ഞാൻ എന്തിനു നാണിക്കണം? ഞാൻ അവിടെ ചെലവിലല്ലേ കിടക്കുന്നത്. ആഹാ, മുണ്ടക്കയം മൂക്ക് പണയം വെച്ച് ഒരാൾ പിടിക്കപ്പെട്ടു. അല്ല, മുക്കുപണ്ടം പണയം വെച്ച് ഒരാൾ പിടിക്കപ്പെട്ടു. പച്ചിലയിൽ നിന്നും പെട്രോൾ കണ്ടുപിടിച്ചു. എന്തൊക്കെ കണ്ടുപിടുത്തോ മനുഷ്യൻ. നീ എവിടെ ഞാൻ കാണിക്കുവാടാ? ചായക്കകത്തൊരു ബിസ്ക്കറ്റ് പോയി, അത് കണ്ടുപിടിക്കുവാ. എടാ പോടാ അവിടുന്ന്. അതൊക്കെ എന്തോന്ന് കണ്ടുപിടുത്തമായിരിക്കുന്നു എന്റെ അനിയാ. അതൊക്കെ എന്റെ പെണ്ണുമ്പിള്ളേരെ കണ്ടുപിടുത്തവാ. കണ്ടുപിടുത്തം പെണ്ണുമ്പിള്ള കണ്ടുപിടിക്കുവോ? കണ്ടുപിടിക്കുവോന്നോ? ഇന്നാളൊരു പ്രാവശ്യം കട്ടിലടിയിൽ എന്നെ ജലജയും കൂടെ അവള് കൈയോടെ കണ്ടുപിടിച്ചു. പിന്നെ തട്ടും പുറത്തുനിന്ന് എന്നെ രമണിയും കൂടെ കൈയോടെ കണ്ടുപിടിച്ചു. ഇനി ഇതുപോലെ കണ്ടുപിടുത്തം നടത്തേണ്ടി വരുവാണെങ്കിൽ ഞാൻ വേറെ ആളെ കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞപ്പോ ഞാൻ ആ പരിപാടി അങ്ങ് നിർത്തി. നല്ല കാര്യം. നിനക്ക് നാണം ഉണ്ടോടാ ഈ അച്ചി വീട്ടിൽ വന്ന് അട്ടിപ്പേർ കിടക്കാൻ? അത് അടുത്ത ആഴ്ച അളിയൻ ഗൾഫിൽ നിന്ന് വരുമല്ലേ? അപ്പൊ എന്തെങ്കിലും കിട്ടുമായിരിക്കും. കഴിഞ്ഞ തവണ വന്നപ്പോഴത്തേക്കിന് കിട്ടിയത് അങ്ങ് മറന്നാ? അതല്ല, ഈ പ്രാവശ്യം വരുമ്പോ കോച്ച് കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടു. കോപ്പ് കൊണ്ടുവരും. കോച്ചല്ലേ? അത് കൊണ്ടുവരും, ഉറപ്പായിട്ടും കൊണ്ടുവരും. അല്ല, ഈ പറയുന്ന ആളെന്തിനാ ഇവിടെ വന്ന് കിടക്കുന്നത്? ഞാൻ പിന്നെ നിനക്കൊരു കൂട്ടായിട്ട് ഒരാൾ വേണ്ടേടാ. അതെ, ഈ എത്തി നോക്കുന്ന എന്റെ ചന്തിയില് ഏണി ചാരി വെച്ച് നോക്കല്ലേ. എന്തായാലും ഞാൻ നാളെ വീട്ടിൽ വരെ പോവാ. എന്തിന്? അയ്യോ, അറിഞ്ഞില്ലയോ? ഇല്ല. അച്ഛന് തീരെ സുഖമില്ല. എന്ത് പറ്റി? അച്ഛന് സോഡിയം കുറഞ്ഞെന്ന് ഡോക്ടർ പറഞ്ഞു. എന്നാ പിന്നെ കല്ലൂർ സ്റ്റേഡിയത്തിലോട്ട് അച്ഛനെ വിളിച്ചോണ്ട് പോകാറുന്നില്ലേ? വലിയ സ്റ്റേഡിയം അല്ലേ? സോഡിയം കുറഞ്ഞെന്ന്. ഓ, സോഡിയം കുറഞ്ഞെന്ന്. അയ്യോ, അറിഞ്ഞു തീർന്നില്ല. ആടെ വരുന്നു പലിശക്കാരൻ അണ്ണാച്ചി. ഞാനിവിടെ ഇല്ലെന്ന് പറ. പോയാ? അയ്യോ, ഇപ്പഴാ ഭാഗ്യം രക്ഷപ്പെട്ടത്. പലിശക്ക് പൈസ എടുത്തിട്ടുണ്ടല്ലേ? ഞാൻ പലിശക്കൊന്നും കാശ് എടുത്തിട്ടില്ല. എടാ, ഞാൻ ഇന്നലെ രാവിലെ അമ്പലത്തിൽ പോയില്ലേ? ആ അമ്പലത്തിൽ പലിശക്കാരൻ അണ്ണാച്ചി ഉണ്ടായിരുന്നു. അതിനെന്താ പ്രശ്നം? പിന്നെ അയാളെ ചെരുപ്പ് കണ്ട അയാൾക്ക് പിന്നെ തിരിച്ചറിയാൻ പറ്റത്തില്ലേ? കട്ടെടുത്താണല്ലേ? കട്ടെടുത്തതല്ല, ഇഷ്ടപ്പെട്ടെടുത്തതാണ്. അടുത്ത ആഴ്ച എന്തായാലും അളിയിനിങ്ങി വരും. നമുക്ക് കിട്ടാനുള്ള ശ്രീധരത്തിന്റെ ബാക്കി തുക നമ്മൾ മേടിച്ചിരിക്കണം. മേടിക്കും. അതുകൊണ്ട് നോക്കിയും കണ്ടു വേണം നിക്കാൻ. അതെ, നിക്കണം. ഓക്കെ അല്ലേ? ഓക്കെ. അണ്ണൻ എന്റെ കൂടെ ഉണ്ടെങ്കിൽ ശ്രീധരത്തിന്റെ ബാക്കി പൈസ വരെ ഞാൻ മേടിച്ചെടുക്കും. അതാണ് എന്റെ. ഇതെന്താണ്? നോക്കി കണ്ട് നിക്കാൻ പറഞ്ഞില്ലടാ നീ. എന്തെങ്കിലും ജോലി ചെയ്യണല്ലേ പറഞ്ഞേ? തള്ള വരുമ്പോ എന്തെങ്കിലും ചെയ്ത് കാണിക്കണ്ടേ? ഒരൊറ്റ അടി വെച്ചോ. തള്ളയോ? എത്ര തവണ നിനക്ക് ആ കൈ കൊണ്ട് ചോറ് വിളമ്പി തന്നിട്ടുണ്ടാ?
തള്ളേന്ന് പോലും തള്ളേന്ന് ഒന്നുമല്ലല്ലോ. അവര് നമ്മുടെ അമ്മായിമ്മ തള്ളയല്ലടാ. അവര് വരുമ്പോഴത്തേക്കിന് എന്തേലും ജോലി ചെയ്തോണ്ട് നമുക്ക് നിൽക്കാവെന്ന്. അതാ പറഞ്ഞു. അമ്മ ഇതെവിടെ പോയതാ? വെള്ളം കോരാൻ. ഇത്ര ദൂരത്തു നിന്നോ? പിന്നെ കടർ ഇങ്ങോട്ട് വരുമോ? അമ്മയ്ക്ക് ഇതിന്റെ വല്ല കാര്യമുണ്ടോ അമ്മേ? അമ്മയ്ക്ക് എവിടെങ്ങാനും മാറിയിരുന്ന ആ മുട്ടിവർക്കൊക്കെ ഒന്ന് കീറിയിട്ടാ പോരായിരുന്നു. അല്ല, അമ്മ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നതുകൊണ്ട് പറഞ്ഞതാ. മക്കൾ രണ്ടുപേരും ഇങ്ങ് വന്നേ. എന്താ അമ്മേ? ഒത്തിരി ദിവസമായില്ലയോ വന്നിട്ട്? പോണില്ലേ? ടച്ച് ഫോണുണ്ട്. എനിക്കൊണ്ട് പോണു. അതല്ല, ഇവിടേക്ക് പോണില്ലേ? അതങ്ങനെ പോകാൻ പറ്റത്തില്ല. സ്ത്രീധനത്തിന്റെ ബാക്കി കിട്ടാനുള്ള കാശ് കിട്ടാതെ ഞങ്ങൾ ഇവിടുന്ന് പോകത്തില്ല. മൊത്തം 17 കിട്ടാനുണ്ട്. അതിൽ ഒന്ന് അമ്മ അങ്ങ് എടുത്തോ. പോയിട്ട് ബാക്കി 16. എന്റെയോ? അല്ല, ഞങ്ങൾക്ക് കിട്ടാനുണ്ട്. അത് കിട്ടാതെ ഞങ്ങൾ പോവുകയില്ല. സെന്റിന്റെ കാര്യമാണ് നിങ്ങൾ പറഞ്ഞു വരുന്നെങ്കിൽ ആകെപ്പാടെ 3 സെന്റേ ഉള്ളൂ. 1 സെന്റ് നിന്റെ ഭാര്യ ശരണ്യക്ക് കൊടുത്തു. പിന്നെ 1 സെന്റ് നിന്റെ ഭാര്യ രമ്യക്ക് കൊടുത്തു. പിന്നുള്ളത് 1 സെന്റാ. എന്നാ പിന്നെ അതിങ്ങ് തന്നൂടെ? അതിനാണെങ്കിൽ മണവും ഇല്ല ഗുണവും ഇല്ല. അമ്മ ഇതേ സെന്റിന്റെ കാര്യം പറയുന്നത്? അച്ചത്തടിക്കുന്ന സെന്റ്. അതിന്റെ കാര്യമല്ല, വസ്തുവിന്റെ കാര്യം പറഞ്ഞത്. വസ്തുവിന്റെ കാര്യമാണെങ്കിൽ എന്റെ കാലശേഷമേ നടക്കത്തുള്ളൂ. ഈ കാലനൊന്നും അപ്ഡേറ്റ് അല്ലേ? അതെന്തിനാ ഇപ്പൊ ഇവിടെ പറയുന്നത്? അതിനെയൊക്കെ വിളിച്ചോണ്ട് പോകേണ്ട സമയം കഴിഞ്ഞല്ലോ. ഞാൻ അന്നേരം പറഞ്ഞില്ലേ പെരട്ടത്താണെങ്കിൽ നമ്മളോട് സ്നേഹമില്ലെന്ന്. എന്താണ് ഇതിന്റെ പുറപുറക്കുന്നത്? അല്ല, ഞങ്ങൾ സ്വത്തിന്റെ കാര്യത്തെ കുറിച്ച് സംസാരിക്കുമായിരുന്നു. അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചേര്. കരിയിലൊക്കെ വാരി അവിടെ കൊണ്ട് കളയാൻ നോക്കി. വരണ്ട. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ വരുന്നുള്ളൂ. ആണോ? എന്നാ പിന്നെ താലൂക്ക് ഓഫീസിൽ നിന്ന് സർവർ വന്നാ പിന്നെ നമുക്ക് നോക്കാം. വരണ്ട. ഞാൻ അന്നേരം പറഞ്ഞില്ലേ തള്ളക്ക് നമ്മളോട് സ്നേഹമായിട്ടൊന്ന്. നീ അതല്ലല്ലോടാ പറഞ്ഞത്. അമ്മേ, പിന്നെ എന്റെ ചെറുക്കൻ പേർച്ചേന്ന് വരുമ്പോ ഇതൊന്നും സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ ഒട്ടും സമ്മതിക്കത്തുമില്ല. അമ്മേ, ഒക്കത്തില്ലെങ്കിൽ പറ്റത്തില്ലെന്ന് പറയണം. പറ്റത്തില്ലെങ്കിൽ ഒക്കത്തില്ലെന്ന് പറയണം. ഒക്കത്തുമില്ല. ഞങ്ങൾക്ക് കിട്ടാനുള്ള സ്ത്രീധനത്തിന്റെ ബാക്കി തുക മേടിച്ചിട്ടേ ഞങ്ങൾ ഇവിടുന്ന് പോത്തതേ ഉള്ളൂ. അല്ല, നിങ്ങൾ കെട്ടിച്ചോട്ട പെമ്മക്കള് ഈ വീട്ടിൽ വന്ന് നിൽക്കേണ്ടി വരും. എടാ കണേ, അവരുടെ വീട്ടിലല്ലാതെ നമ്മൾ വന്ന് നിൽക്കുന്നത്. അപ്പൊ നിങ്ങള് വസ്തുവിന്റെ ഓഹരി മേടിച്ചോണ്ടേ പോകത്തുള്ളൂ. പണിക്ക് പോകാനൊട്ടും ഉദ്ദേശവും ഇല്ല. എന്റെ പെങ്കൊച്ചുങ്ങൾ കൊണ്ടുവരുന്ന തിന്നും കുടിച്ച് ഇവിടെ കിടക്കണം. അപ്പൊ പിന്നെ മൂത്തവൻ ഇങ്ങോട്ടൊന്ന് വന്നേടാ. എവിടെ കയറി പോന്നു? ഞാനല്ലേ മൂത്തത്. എടാ, വസ്തുവിന്റെ കാര്യം പറഞ്ഞപ്പോ ഇവിടെ കിടന്ന് മൂത്തത് അവനല്ലയോ? അവൻ ആദ്യം പറഞ്ഞു. നീ വേണം പുഷ്കു. അപ്പൊ ഒപ്പം കേട്ട് രണ്ടുപേർക്ക് സന്തോഷമായല്ലോ. ഇപ്പഴാ ശരിക്കും പറഞ്ഞത് നമുക്ക് രണ്ടുപേർക്ക് സന്തോഷമായല്ലേടാ. എടാ, പക്ഷെ നിങ്ങളെക്കാട്ടിലും കൂടുതൽ സന്തോഷിക്കുന്നത് നിങ്ങളുടെ ഭാര്യമാരായിരിക്കും. അതെന്താ? എടാ മണ്ടന്മാരെ, നീയൊക്കെ ഇപ്പൊ ഒപ്പിട്ടതേ നിങ്ങളുടെ ഡൈവോഴ്സ് പേപ്പറല്ല. അമ്മ ഇറങ്ങണ എന്റെ പുരടത്തിന്ന്.